20-ാം അധ്യായം 22, 23 വാക്യം നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ വായിക്കുന്നത്. ആക്ട്സ് ഓഫ് ദ അപ്പോസിൽ ചാപ്റ്റർ 20 verses 22, 23 and 24. നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് വായിക്കുന്നത്. എല്ലാവരും ബൈബിൾ എടുക്കണം. ബൈബിൾ ഓപ്പൺ ചെയ്ത് ലെറ്റ് us open your Bible. നമ്മൾ വായിക്കുന്നു ഒന്നിച്ച്. ഞാൻ മലയാളത്തിൽ വായിക്കാം, നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് അനുസരിച്ച് വായിച്ചോണം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണത്തോറും സാക്ഷ്യം പറയുന്നല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും എന്നടുത്ത് പറയുന്നു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയെ തീക്കണം എന്നേ ഉള്ളൂ. അവസാനത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയെ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇതിന് ഞാൻ ടൈറ്റിൽ കൊടുക്കുന്ന ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നു, Man of Sorrows, the soul does not come precious. പ്രാണനെ വിലയേറിയതായി ഞാൻ എണ്ണുന്നില്ല. Man of Sorrows, പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഒരു ദൈവ പൈതലിന്റെ ജീവിതാരംഭം മുതൽ അവസാനത്തെ നിമിഷവും വരെ കഷ്ടങ്ങൾ നിറഞ്ഞതായിരിക്കും. ഒരു ദൈവ പൈതലിനോട് ചോദിച്ചാൽ കഷ്ടങ്ങൾ എത്രമാത്രം നമുക്ക് പറയാൻ കഴിയും, കഷ്ടതകൾ. അപ്പം നമ്മൾ തുടക്കം മുതൽ അവസാനം വരെയും കഷ്ടങ്ങളിൽ കൂടാണ് നമ്മൾ പോകുന്നത്. ഒരു ക്രിസ്തീയ ജീവിതം വിജയിക്കണമെങ്കിൽ അതേ ക്രിസ്തീയ കഷ്ടതയിലൂടെ മാത്രമേ നമുക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. അതേ ദാവീദ് പറയുന്നു, 90-ാം അധ്യായം സങ്കീർത്തനം 90-ന്റെ 10 ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖം മാത്രമേ അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. Their pride is but labor and sorrow, for soon it is gone and why we fly away. ദുഃഖവും മുറവിളിയും നിറഞ്ഞ ഇല്ലാത്ത ഒരു ജീവിതം നമ്മുടെ മുന്നിലില്ല. നമുക്ക് സ്വർഗത്തിൽ മാത്രമേ, നമ്മൾ ഇന്ന് രാവിലെ കേട്ട ദേവദാസൻ എടുത്ത കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. വിശ്രമ ജീവിതം നമുക്ക് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. അതേ യേശുവിന്റെ മുഖം കാണുമ്പോൾ അതേ നാം സകലതും മറന്ന് അവനിൽ ആശ്വസിപ്പിക്കും. അവനിൽ മാത്രമേ നമുക്ക് ആശ്വാസം പകരുവാൻ കഴിയത്തുള്ളൂ. അവനിൽ മാത്രമേ നമ്മുടെ സങ്കേതമുള്ളൂ. അതേ അവൻ മാത്രമാണ് നമ്മുടെ ഗോപുരം, കോട്ട. അവൻ മാത്രമാണ് നമ്മുടെ എല്ലാം എല്ലാം. അതേ പലരും സ്വപ്നങ്ങളും കഷ്ടങ്ങളെ ഒഴിവാക്കി അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോസ്തലൻ പൗലോസ്, അതേ നമ്മൾ വായിച്ച വാക്യം, ക്രിസ്തുവിനായി ബന്ധനങ്ങളും കഷ്ടങ്ങളും സഹിക്കുവാൻ സന്തോഷത്തോടെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, നമ്മൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എന്തും വരട്ടെ, അത് നമ്മൾ ഇന്ന് പകൽ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതം അതേ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് ക്രിസ്തുവിനായി എവിടെ നിന്ന് തുടങ്ങി നമുക്കറിയാം. അതിന്റെ ചരിത്രം ഞാൻ എടുക്കുന്നില്ല. എവിടെ നിന്നാണ് അപ്പോസ്തലൻ പൗലോസ് തുടങ്ങുന്നതെന്ന് ഓർത്തോണം. ഏറ്റവും വലിയ അതേ നമ്മൾ പറയുകയാണെങ്കിൽ ട്രിപ്പിൾ PhD ഉള്ള മനുഷ്യൻ, അതേ ന്യായപ്രമാണം കലക്കി കുടിച്ചവൻ, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, ക്രിസ്ത്യാനികളെ മൊത്തം കുന്നുമുടിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെ തകർത്തുകൊണ്ട്, അതേ സ്ത്രീകളെ കൊല്ലപ്പെട്ടു
ദൈവം തൊട്ടു. നമുക്കതിന്റെ ചരിത്രം അറിയാം, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസിന് ദൈവാത്മാവ് വെളിപ്പെടുത്തിയാണ് യെരൂശലേമിൽ പോകരുതെന്ന് ജനം വിളിച്ചു പറഞ്ഞു. കാരണം അവന് മനസ്സിലായി യെരൂശലേമിൽ എന്തെല്ലോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നതായിട്ട്. പക്ഷേ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അതേ ജനം പറഞ്ഞു, ദൈവജനം പറഞ്ഞു യെരൂശലേമിൽ പോകരുത്. പക്ഷേ യെരൂശലേമിൽ പോകരുത് ജനം അവനോട് അപേക്ഷിച്ചു. എങ്കിലും പറയണം, അവൻ അതൊന്നും കൂട്ടാകാതെ കർത്താവ് യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, അതേ യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി സകലതും സമർപ്പിച്ചുകൊണ്ട് സകലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ നോക്കണം. എന്തുകൊണ്ട്? ആത്മാവിനെ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്ന ചരിത്രം വിളിച്ചു പറയുന്നു. വചനം വിളിച്ചു പറയുന്നു. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ദൈവസന്നിധിയിൽ തന്ന സമയത്തിനുള്ളിൽ ഇരിക്കുവാൻ ദൈവസന്നിധി ഞാൻ ക്ഷണപ്പെടുകയാണ്. I'm sharing 3 important thoughts. നിങ്ങളുടെ ഹൃദയത്തിലത് ഒന്ന് ആഴ്ചയിലൊന്ന് ഇറങ്ങുക. വളരെ പ്രാർത്ഥനയോടെ, വളരെ ശ്രദ്ധയോടെ ദൈവമക്കൾ ഇന്ന് പകലായിരിക്കാം. ചില നിമിഷങ്ങൾ, ചില മിനിറ്റുകൾ മാത്രം, 3 തോട്ട്സ് മാത്രം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് തറക്കണം. എന്റെ പ്രാർത്ഥന അത് മാത്രമാണ്. ആ ദൈവവചനം 3 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കുവാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതെ, ഒന്നാമത്തെ ചിത ആത്മാവിനാൽ ബന്ധിക്കപ്പെടുക. Be bound by the Spirit. ആത്മാവിനാൽ ബന്ധിക്കപ്പെടുക. അതേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അതേ ഒരു ദൈവ പൈതൽ ആയിരിക്കണമെങ്കിൽ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി അതേ മുന്നോട്ട് നീങ്ങിയാണെങ്കിൽ, നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങിയാണെങ്കിൽ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും പ്രിയമുള്ളവരെ. അതുകൊണ്ട് be bound by the Spirit. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കണം. ഒരു ദൈവ പൈതൽ, ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതലും ദൈവമക്കളും അതേ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടതായി അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങിയാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ. ഇന്ന് ഞാനുണ്ടെങ്കിൽ നാളെ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മരണക്കിടക്കയുടെ മുന്നിൽ കണ്ടതാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവമോടൊന്നും വിടുവിച്ചില്ല. ദൈവം അതേ മനുഷ്യര് നമ്മള് പല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദൈവം വിടുവിക്കുന്നു വരും. പക്ഷേ മരണക്കിടക്കയിലും ദൈവം എന്നെ വിടുവിച്ച വലിയ കൃപക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടർമാർ വിധി എഴുതി, പക്ഷെ ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ചു. നോക്കണം, ഞാനൊരു ഹാർട്ട് അറ്റാക്ക് വന്ന മനുഷ്യനാ, ഒരു ആക്സിഡന്റ് വന്ന മനുഷ്യനാ. ഇത് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് 3 പ്രാവശ്യം ഫ്ലിപ്പായി മുകളിലോട്ട് പോയി. വണ്ടി ചിന്നിച്ചതറി. അതേ പോലീസുകാർ വന്നോട്ട് എന്നോട് പറഞ്ഞു, നീ ജീവിച്ചിരിപ്പുണ്ടോന്ന്. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, പക്ഷേ എന്തുകൊണ്ട് അവിടെ എല്ലാം ദൈവത്തിന് വിടിവിക്കാമായിരുന്നു. അവിടെ അതിൽ കൂടെ എന്നെ കടത്തി അവസാനം ദൈവം എന്നെ വിടിവിക്കുന്ന കൃപയ്ക്കായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ വായിച്ചാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, എന്ത് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ബന്ധിക്കപ്പെട്ടവരായി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നീങ്ങിയാണെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത കാര്യം കാണുവാനിടയാകും. ദൈവത്തിന്റെ വലിയ കാര്യം കാണുവാനിടയാകും. പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കും ദൈവം വിടുവിക്കുമെന്ന്. ഹല്ലേലൂയ. ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, എന്നാൽ അതിന്റെ അവസാനം എന്താണെന്ന് അറിയാമോ? വിജയമായിരിക്കും. ദൈവം നമ്മളെ വിടുവിക്കും. ചിലപ്പോൾ മധ്യത്തിൽ വിടുവിച്ചില്ലെന്ന് വരും. അവസാനം ദൈവം നമ്മളെ വിടുവിക്കും. നമ്മൾ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു വിടുന്നറിയാമോ? യോബ് എല്ലാ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കടന്നുപോയി. നിലവിളിച്ചു യോബ്, ദൈവം വിടുവിക്കുമെന്ന്.
പക്ഷെ അതിന്റെ മധ്യത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം യോബിനെ വിടുവിച്ച വലിയ കൃപക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ചയാണ്. അവസാനമാണ് എല്ലാം കാണിച്ച കഷ്ടതയിലൂടെ നീങ്ങിപ്പോകുമ്പോൾ അവസാനം ദൈവത്തിന്റെ കരം ഇറങ്ങുവാനിടയായി. പഴയതിനേക്കാൾ ഇരട്ടിയായി കിട്ടുവാൻ, പഴയതിനേക്കാൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവം അനുഗ്രഹിക്കുവാൻ സ്വർഗമിടിയാക്കിയ കരത്തിനായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ചയാണ്, സ്തോത്രം ചെയ്യണം. അതേ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് നടത്തുവിടുന്നെങ്കിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പ് നമുക്കുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിനെ നമ്മെ പൂർണ്ണമായ ആത്മാവിനാൽ ബന്ധിക്കപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകും. യേശുവിനെ ദൈവം മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയുടെ അനുഭവം നമുക്കറിയാം, ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവിടെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, ഏത് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഹല്ലേലൂയ, ഇന്ന് പകൽ ഇവിടെ കണ്ണുനീരോട് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ദൈവം അത്ഭുതകരമായി നടത്തുക തന്നെ ചെയ്യും. നമ്മൾ വിചാരിക്കും ഇവിടെ തകർന്നു പോകുമെന്ന്. ഇല്ല, ദൈവം തകർക്കത്തില്ല. അവസാനം വരെ എത്തിച്ച് അതേ ആ ദൈവകരം കാണുവാൻ ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, be bound by the spirit, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാണ് മുന്നോട്ട് പോവുക. ദൈവത്തിന്റെ കരം അവസാനം നമ്മൾ കാണും. ഇടയ്ക്ക് കണ്ടില്ലെങ്കിലും വിഷമിക്കരുത്, അവസാനം ദൈവത്തിന്റെ കരം കാണുവാൻ ഇടയാണ്. രണ്ടാമത്തെ ചിന്ത, ദൈവഹിതത്താൽ ബന്ധിക്കപ്പെടുക. Be bound by the will of God. രണ്ടാമത്തെ ചിന്ത മറക്കരുത്. ഒന്നാമത്തേത് ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെടണം. നമ്മൾ ദൈവ പൈതലാണെങ്കിൽ, ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തേത് be bound by the will of God. ദൈവഹിതത്തിന്, എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണം. എത്ര പേര് ഇന്ന് പകൽ സമർപ്പിക്കുവാൻ തയ്യാറുണ്ട്? ദൈവഹിതത്താൽ മധ്യേ പോലും കാണപ്പെടുന്ന ഒരു ദൈവ പൈതലിന് ഒരു വിശേഷപ്പെട്ട അനുഭവമായിരിക്കും. ദൈവഹിതത്താൽ ബന്ധിക്കപ്പെടുമ്പോൾ സ്വന്തം ഇഷ്ടം ക്രൂശിക്കപ്പെടുകയും ദൈവഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വണ്ണം ദൈവാത്മാവ് നമ്മെ നിയന്ത്രിച്ച് നേരെയുള്ള പാതയിൽ നടത്തുകയും ചെയ്യും. ദൈവകൃപ സംരക്ഷിക്കുന്ന ഇടത്തേക്ക് മാത്രമേ ദൈവഹിതം നമ്മളെ നടത്തുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ദൈവഹിതമാണെന്ന്. ഏത് വിഷയമാണെങ്കിലും ദൈവസന്നിധി സമർപ്പിക്കുവാൻ എത്ര പേര് തയ്യാറുണ്ട്? നമുക്ക് റോമാലേഖനം 12:2 the perfect will of God കാണുവാൻ കഴിയും. നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വീട്ടിൽ ചെന്ന് വായിക്കുക. 2 കൊരിന്ത്യർ 8:5, 1 പത്രോസ് 1:15, മത്തായി 7:21, ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അതേ, those who are kept in the will of God will be taken away by the coming of the Lord. അതേ, നമ്മൾ എടുക്കപ്പെടുവാണെങ്കിൽ ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന ഒരു ദൈവ പൈതലിനെ മാത്രമേ ദൈവം എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതേ, ദൈവഹിത പ്രകാരമുണ്ടാകുന്ന ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് മാത്രമുള്ളതാകുന്നു. അത് നമ്മിൽ ആനന്ദമായും അനുഗ്രഹമായിരുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ഇന്ന് പകൽ സമർപ്പിക്കുക. എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിക്കുവാൻ അതേ അപ്പോസ്തലൻ പൗലോസ് അതേ വിളിച്ചു പറയുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം, ദൈവേഷ്ടം ചെയ്യുവാൻ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. അതേ, നമ്മൾ വായിച്ചല്ലോ, those who are kept in the will of God will be taken away by the coming of the Lord. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, ദൈവഹിതത്തിനായി സമർപ്പിക്കുവാൻ ആര് തയ്യാറുണ്ട്? ചിലപ്പോൾ കഷ്ടതയും പ്രയാസവും വേദനകളും ആയിരിക്കാം. എന്തെല്ലാം പ്രശ്നങ്ങളും, ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേരം. എന്നാൽ ആദ്യമേ അതേ ദൈവഹിതത്തിന് നമ്മളെ സമർപ്പിക്കുമെങ്കിൽ, നമ്മൾ ഏത് വിഷയമാണെങ്കിലും ദൈവഹിതത്തിന് സമർപ്പിക്കുക. എന്തുണ്ടെങ്കിലും, അതേ നമ്മുടെ പേഴ്സണൽ വിഷയമാണെങ്കിലും, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതേ, മറിയ ദൈവസേനയെ സമർപ്പിച്ചതുപോലെ ഇന്ന് പകല് എത്ര പേര് സമർപ്പിക്കുവാൻ തയ്യാറുണ്ട്? ദൈവമേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറുവാൻ, അങ്ങയുടെ ഇഷ്ടം
യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ തയ്യാറാണ്. ബന്ധനങ്ങളെയും കഷ്ടങ്ങളെയും ഞാൻ താൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് നേരത്തുള്ള ലഘുവായ കഷ്ടം എന്നാണ്. ഈ കഷ്ടങ്ങൾ അത്യന്തം നിത്യകരമാണ്. തേജസ്സിനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ അയക്കുന്ന ദൈവഭക്തൻ മറക്കരുത്. അപ്പോസ്തലൻ പൗലോസ് 22-ാം അധ്യായം 22-ന്റെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 14 strengthening the souls of the disciples, encouraging them to continue in the faith, and say through many tribulation we must enter the kingdom of God. അതേ ദൈവഹിതത്തിന് സമർപ്പിക്കുവാൻ വേണ്ടിയാണ് അപ്പോസ്തലൻ പൗലോസ്. ഞാൻ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു, കഷ്ടമില്ലെങ്കിൽ തേജസ്സില്ല, കിരീടവുമില്ല. There is no glory without suffering, no crown. The path of the cross must be chosen to be crowned. Suffering should be our share. God has given us the gift not only to believe in Christ, but also to suffer for the name's sake. The more we suffer, the more glory we can receive. എത്രയധികം കഷ്ടം അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നു, അത്രയധികം തേജസ്സും പ്രാപിക്കുവാൻ. റോമലേഖനം 2 ഇങ്ങനെ വായിക്കുന്നു, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയും പ്രശംസിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ദൈവഭക്തരെ നമ്മളൊരു പാട്ട് പാടും. അതിനുശേഷം നമ്മൾ ദേവദാസൻ ചെയ്യുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ലോകം മൊത്തവും അതിന്റെ അന്ത്യ സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിൽ വളരെ ഭയാനമായ അന്തരീക്ഷത്തിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെയർ മാർക്കറ്റെല്ലാം തകർന്നു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ ലോകം മൊത്തവും സമാധാനമില്ലാതെ രാജാക്കന്മാർ സമാധാനത്തിന് വേണ്ടി ഓടുമ്പോൾ ഇന്ന് പകലെ എത്ര ദിവസം നമ്മുടെ മുന്നിലുണ്ടെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, അപ്പോസ്തലൻ പൗലോസ് 53 നമുക്ക് കാണുവാൻ കഴിയും. യേശു കഷ്ടം അനുഭവിച്ചത് ദൈവസ്നേഹത്തിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ. ഞാൻ അതൊന്നും എടുക്കുന്നില്ല. അപ്പോസ്തലൻ പൗലോസ് ഈ കഷ്ടങ്ങളെല്ലാം സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് വീട്ടു തടങ്കലിലായിരിക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം എഴുതുന്ന ഈ ലേഖനം. വീട്ടു തടങ്കൽ ഒരു പുതുപ്പൊരു പോൽ എവിടെ നിന്ന് തുടങ്ങി, കപ്പൽ, സ്വന്തമായിട്ട് കപ്പലുള്ള മനുഷ്യൻ, ട്രിപ്പിൾ PhD അത്ര കഴിവുള്ള മനുഷ്യൻ, അവസാനം യേശുവിന് വേണ്ടി യേശുവിനെ ഉയർത്തുവാൻ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവപൈതലെ, നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ, കോളേജിലായിരിക്കുമ്പോൾ, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, നമ്മൾ മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ യേശുവിനെ ഉയർത്തുക, യേശുവിനെ ഉയർത്തുക. എനിക്കറിയാം ഹോസ്പിറ്റലിൽ ഒത്തിരി ഡോക്ടേഴ്സ്, നഴ്സസ് യേശുവിനെ ഉയർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒത്തിരി പേഷ്യന്റ് അതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നു. അവസാനം കിടക്കുമ്പോൾ അതെ ഈ ചാപ്പയന്മാരെയാ വിളിക്കുന്നത് അന്ത്യ ശുശ്രൂഷയ്ക്ക് ദൈവത്തിന് പകലിവിടെ അയക്കുന്ന ദൈവം. അപ്പോസ്തലൻ പൗലോസ് റോമ അതേ കാലഘട്ടത്തിൽ കടന്നുകൊണ്ട് യുവ പാസ്റ്റർ എഴുതുകയാണ്, വരുമ്പോൾ എൻ്റെ ലിഖിതങ്ങൾ എനിക്കൊരു പുതപ്പ് കൂടെ കൊണ്ടുവരണം. അപാര തണുപ്പാണ്, ഇവിടൊക്കെ തണുപ്പുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു. കാലഘട്ടത്തിൽക്കടുത്തു ആരെയും അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. അവന് മനസ്സിലായി, ദേവദാസന് മനസ്സിലായി, മണിക്കൂറുകൾക്കകം ഞാൻ കൊല്ലപ്പെടും. എന്ത് സംഭവിച്ചെന്നറിയാമോ? തിമോത്തിയോസ് ഇതുമെല്ലാം എടുത്തുകൊണ്ട് അതേ പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. വരുമ്പോൾ വലിയ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ തിമോത്തിയോസ് തിരിച്ച് കടന്നു വരുമ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പിൽ പൗലോസ് കൊല്ലപ്പെടുന്നു, കഴുത്ത് മാറ്റും. യേശുവിന് വേണ്ടി. ആർക്ക് വേണ്ടി?
യേശു എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു? തിമോത്തിയോസ് ചോദിച്ചു. അത് ചരിത്രം ഇങ്ങനെ പറയുന്നു. ഇവിടെ പട്ടാളക്കാരനോട് ചോദിക്കുന്നു, തിമോത്തിയോസിനെ എവിടെയാ വെച്ചത്? എനിക്കൊന്ന് കാണുക. തിയോളജി എഴുതിയ പല പുസ്തകത്തിൽ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ തിരിച്ച് പട്ടാളക്കാരൻ പറയുന്നു, അവൻ ഇന്നലെ ഈ രാത്രിയിൽ കൊല്ലപ്പെട്ടു. തിമോത്തിയോസ് എല്ലാം എറിഞ്ഞു എൻ്റെ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലവിളിക്കുന്നതായിട്ട് രംഗങ്ങൾ കാണും. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തെ സമർപ്പിക്കുവാൻ ആരും തയ്യാറുണ്ട്? ഇന്ന് പകൽ നമുക്കൊന്ന് എഴുന്നേക്കാം. നമ്മളൊരു പാട്ട് പാടും, ചില വരികൾ നമ്മൾ പാടി ദേവദാസൻ മുന്നോട്ട് കടന്നു വന്നാട്ടെ. നമ്മളെല്ലാവരും എഴുന്നേറ്റ് ആത്മാവിൽ ഈ പാട്ട് പാടും. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഇന്ന് പകല് 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ നിർത്തിയാണ്. Be bound by the Spirit of God. Be bound by the will of God. Be bound. നോക്കണം 3 കാര്യം. അതെ, the love of God. 3 കാര്യം. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് ദൈവഹിതത്താൽ, ദൈവസ്നേഹത്താൽ ഇന്ന് പകൽ ഇവിടെ നിന്ന് സമർപ്പിക്കുവാൻ ആരും തയ്യാറുണ്ട്? പ്രിയമുള്ളവരും, കേട്ട ഭജനത്തിന് പോലും ഞാൻ ഒത്തിരി എല്ലാം കട്ട് ചെയ്തിട്ടാണ് പെട്ടെന്ന് നിമിഷങ്ങൾക്ക് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവ പൈതലെ ഒരു സമർപ്പിക്കുവാൻ ആര് തയ്യാറുണ്ട്? നമ്മൾ കരങ്ങൾ അടിച്ച് ഇന്ന് പകൽ ആരാധിച്ചേ കടന്നു പോകാം. എന്റെ ഫ്ലൈറ്റ് പോയാലും പ്രശ്നമൊന്നുമില്ല. ഇന്ന് പകൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ആത്മാവിനാൽ നമ്മൾ ആത്മാവിനായിരിക്കണം. ഇന്ന് പകലൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറുണ്ട്. Be bound by the Spirit of God. Be bound by the will of God. ദൈവഹിതത്തിനൊന്ന് സമർപ്പിക്കുമോ? ഏത് പ്രശ്നമാണ്, ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ദൈവഹിതത്തിനൊന്ന് എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും